അല്ല ഇച്ചായ, ഇച്ചായ ഇപ്പൊ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്തുവാ? കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചായ എന്നോട് പറഞ്ഞത് കള്ളവന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇന്ന് ഈ നിമിഷം വരെ ഇച്ചായ എത്ര കളത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും? എന്റെ ആലീസെ, നീ വെച്ച് തന്ന കപ്പയും മീൻകറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സത്യം തന്നെ. പക്ഷെ ആ കപ്പയും മീൻകറിക്ക് വേണ്ടി ജോലി കളഞ്ഞ് നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ടാണ്. ഇത് കല്യാണ സമയത്ത് എല്ലാരും പറയുന്നതാ, ഹണിമൂൺ ഡേയ്സ്. ഓ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്? ആലങ്കാരികമായിട്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ ആലീസെ, രാവിലെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ഒന്ന് എണീറ്റ് പോക്കേ, ഞാൻ പത്രം വായിക്കട്ടെ. അല്ലെ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫുഡാണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ ഫുഡ്, മതിയോ? അതിന് ഇച്ചായന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ കുടുംബത്തിലുള്ള എല്ലാരും പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നുമോളെ നീ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എന്തോ ഒരു ടേസ്റ്റാണ്, നിനക്ക് ഈ കൈപ്പുണ്യം എങ്ങനെ കിട്ടിയത്? എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഇച്ചായന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ആ കൈപ്പുണ്യം കിട്ടിയിട്ടില്ല. ഒരെണ്ണങ്ങൾ വെക്കുന്നതും വായി വെച്ച് കൂട്ടാൻ കൊള്ളൂല. സമ്മതിച്ചിരിക്കുന്നു. എന്റെ കുടുംബത്തിൽ ആർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. നിന്റെ കുടുംബത്തിലുള്ളവരാണ് ഫുഡ് കണ്ടുപിടിച്ചത്. നമ്മൾ മണ്ണ് വാരി തിന്നാണ് ജീവിച്ചത്. അതങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ. നിങ്ങളുടെ ഗ്രേസി ആന്റി ഉണ്ടല്ലോ, ദേ ഇപ്പൊ കൂടി എന്നെ വിളിക്കും, മോളെ നാടൻ ചിക്കൻ കറി എങ്ങനെയാ വെക്കുന്നത്, നല്ല ചിക്കൻ പെരട്ട എങ്ങനെയാ വെക്കുന്നതെന്ന്, നല്ല ബീഫ് പെരട്ട മോളുടെ അതെങ്ങനെയാ വെക്കുന്നതെന്നൊക്കെ. ആണോ? എന്നിട്ട് ഗ്രേസി ആന്റിയുടെ ഭർത്താവ് നിന്റെ ഫുഡിനെ കുറിച്ച് കുറ്റം പറഞ്ഞതോ? അത് വർഗീസ് ഈറ്റപ്പൻ എപ്പോഴും അങ്ങനെ തന്നെ. ആരെന്തുണ്ടാക്കി കൊടുത്താലും അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, അന്ന് ഞാനുമായിട്ട് വഴക്കുണ്ടാവുന്ന ദിവസം അങ്ങേര് മൂക്കുമുട്ട കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളു കുടിച്ച ആൾക്ക് വല്ല ബോധം ഉണ്ടോ ചിക്കൻ കറിക്ക് ഉപ്പില്ല എന്ന് പറയാനായിട്ട്? ഇച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇച്ചായന്റെ ചിറ്റപ്പനായതുകൊണ്ട് പറയല്ല, അയാള് മഹാചെറ്റയാ. ചേട്ടാ, നീ എന്റെ സ്വന്തം ചിറ്റപ്പനെ കുറിച്ചാ ഈ പറയുന്ന, എന്റെ അപ്പന്റെ അനിയനെ കുറിച്ച്. ഞാൻ ഇനിയും പറയും, അയാൾ തെറ്റയാ. ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയിരുന്ന് വർഗീസ് ചിറ്റപ്പൻ ചെറ്റയാ, വർഗീസ് ചിറ്റപ്പൻ ചെറ്റയാന്ന് ഒരു 50 പ്രാവശ്യം പറ. എണീറ്റ് പോ, ഞാൻ പത്രം എന്ത് പറയണ്ടേ? പറയണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ? ഒലക്കയുടെ മൂട്. ഒലക്കയുടെ മൂടോ? ഒലക്കയുടെ മൂട് ഞാൻ കട്ട് ചെയ്ത് കഴിക്കണോ അതോ ചതച്ച് കഴിക്കണോ? ചതച്ച് കഴിക്കാം, അതാ നല്ലത്. നിങ്ങളുടെ പല്ലിനും ആരോഗ്യത്തിനൊക്കെ അതാ നല്ലത്. ചതച്ച് നിറ്റ ചിറ്റപ്പനാണല്ലോ. ചിറ്റപ്പൻ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ചിറ്റപ്പ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല, എനിക്കൊരു അരമണിക്കൂറൂടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. അതെ. പിന്നെ അവിടെ പിന്നെ എന്തൊക്കെയുണ്ട്? ആണോ? ഇന്നോ? ആഹാ, അത് കൊള്ളാം. ഇല്ലില്ല, അത് കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഓഫ് എടുക്കാം. ചിറ്റപ്പൻ നേരെ ഇങ്ങ് വാ, ഊണ് ഇവിടെ നിന്ന് കഴിക്കാന്നേ. വേണ്ട, ഊണ് ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. ആലീസിന്റെ കൈപ്പുണ്യം അറിയാമല്ലോ. ശരി ചിറ്റപ്പാ. അൽസേ, എടീ, ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ. ആ കാര്യം കേട്ടാ നീ ഞെട്ടിത്തരിക്കും. ഞെട്ടാൻ തയ്യാറാണോ? പറയട്ടെ. ഡേ, ചിറ്റപ്പൻ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഉച്ചയൂണ് കഴിക്കാൻ. എന്നാ ഇത്? നല്ല കാര്യല്ലേ, വരട്ടെ. തണുപ്പം പ്രതികരണം. എടി, നമ്മൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷം ചിറ്റപ്പൻ ആദ്യമായിട്ട് വരുന്നതാ. നമുക്കുണ്ടല്ലോ നല്ലൊരു അടിപൊളി ഊണ് അങ്ങോട്ട് കൊടുക്കണം. ഒരു അടിപൊളി ഊണ് അങ്ങോട്ട് കൊടുക്കാം. ഒരു ചോറ്, ഒരു ചമ്മന്തി, 2 മുളക് വറുത്തത്. എങ്ങനെയുണ്ട്? ചോറും ചമ്മന്തി മുളക് വറുത്തത്? എന്നാണ് ഇത്? ചിക്കൻ, മട്ടൻ, ഞാൻ മീനും കൂടെ മേടിച്ചിട്ട്. ചിക്കൻ, മട്ടൻ, മീൻ, ബീഫ് എല്ലാം വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ട് ഇതൊക്കെ ആര് വെക്കും? എന്റെ പൊന്നുമോള് വെക്കും. ആണോ? എന്നിട്ട് ഇങ്ങനല്ലല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഈ പൊന്നുമോള് വെക്കുന്നതും വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലെന്നാണല്ലോ. അങ്ങനെ തമാശിക്കണ്ട കേട്ടാ. എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും, ഈ ചായം തന്നെ വെക്കും, എന്നിട്ട് ഈ ചായം തന്നെ വിളമ്പി ചിറ്റപ്പനങ്ങ് കൊടുക്കും. എനിക്ക് ആശുപത്രി പോണം. അതല്ല, ഞാൻ വെച്ചാ കൊള്ളത്തില്ലടി. ആണോ? എടി, നമുക്കേ ചിക്കൻ കറി, മട്ടൻ പൊരിച്ചത്, ബീഫ് നമുക്ക് പുരട്ടിയെടുക്കാം, എന്നിട്ട് ഫിഷ് നമുക്ക് തവ ഫ്രൈ വെക്കാം. ചിറ്റപ്പ ഇത് കഴിച്ചിട്ട് പോയിട്ട് നാട്ടിൽ പോയി പറയുന്ന എന്നായിരിക്കും അറിയാമോ? എന്റെ പൊന്ന് ആലീസ്, നിന്നെ പുകഴ്ത്തിട്ട് ചിറ്റപ്പ ഇരിക്കത്തില്ല. ആലീസ് മോളുടെ പാചകം കറികളൊക്കെ അങ്ങോട്ട് കഴിക്കണം. എന്നാ ടേസ്റ്റാ. നീ പിന്നെ ആരാടി? ചിറ്റപ്പൻ പറയോ? പിന്നെ പറയോ? ഷുവർ. അങ്ങനെയാണെങ്കിലേ എനിക്ക് ആ പുകഴ്ത്തലിന്റെ ആവശ്യമില്ല.
ഞാൻ കറി വെച്ചിട്ട് ചിറ്റപ്പൻ അങ്ങനെ തിന്നണ്ട. വർത്താനാടി ഇത്? അലിസേ, ഇത് എന്നാ വർത്താനാടി പറഞ്ഞിട്ട് പോകുന്നത്? ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയോട് അന്തസ്സായിട്ട് വേണ്ടേ പെരുമാറാൻ? എനിക്ക് ഇത്തിരി അന്തസ് കുറവാ, ഞാനതങ്ങ് സഹിച്ചു. അലിസേ, നീ വെറുതെ വാശി പിടിക്കല്ലേ. എടി പൊന്നോളെ, ഞാൻ പവിത്രനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇറച്ചി മീനും മുട്ടയൊക്കെ മേടിച്ചോണ്ട് വരും. എന്റെ പൊന്നു കുറച്ച് സമയം മതിയല്ലോ, ഉച്ചയാകുമ്പോഴേക്കും നല്ല കിടിലൊരു ഫുഡ് ഉണ്ടാക്കി വെക്ക്. അയ്യോ, ആ ഭാവം മാറിയത് കണ്ട. എന്നാ എന്റെ ഇച്ചായന്റെ കാര്യം നടക്കാൻ വേണ്ടിട്ടേ ഇച്ചായൻ ഏതറ്റം വരെ സോപ്പിടും. പക്ഷെ ഇത് നടക്കൂല ഇച്ചായ. ഇച്ചായനെ നേരത്തെ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളു. കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തുമാത്രം കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. ആ കള്ളത്തരമൊക്കെ ഇച്ചായൻ ഇപ്പോഴും ഇറക്കും. എന്തോന്ന് കള്ളം പറഞ്ഞു? എന്ത് കള്ളത്തരം? ഇച്ചായനോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്തിരിക്ക്, ഞാൻ നല്ല കപ്പയും മീൻകറിയും ഉണ്ടാക്കി തരാന്ന്. അപ്പൊ ഇച്ചായൻ എന്താ പറഞ്ഞത്? അയ്യോ, ലീവ് എടുക്കാൻ പറ്റത്തില്ല, ആകാശം ഇടിഞ്ഞ് താഴെ വീഴും, പോത്തും പശുവും ഒക്കെ വിഷമിക്കും, പട്ടിയും പൂച്ചയൊക്കെ ചാവുമെന്ന്. എന്നിട്ട് ഇപ്പൊ ചിറ്റപ്പം വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് ലീവ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ ഇച്ചായൻ എന്റെ കാര്യത്തിൽ മാത്രമുള്ള ഈ ഉഴപ്പ്? എന്റെ പൊന്ന ആലീസേ, നമ്മൾ എത്രയോ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടായിട്ടുണ്ട്, അത് അപ്പൊ തന്നെ തീർന്നിട്ടുമുണ്ട്. ഇങ്ങോട്ട് നോക്ക് എടി, നമ്മളിങ്ങോട്ട് താമസം മാറിയതിനു ശേഷം മുതിർന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ചിറ്റപ്പം വരുന്നതല്ലേ, അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ടത്. ഇച്ചാൻ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല, ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഞാൻ ഉറപ്പായിട്ടും അടുക്കളയിൽ കയറത്തില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചിറ്റപ്പം കഴിക്കത്തുമില്ല. തീർച്ചയാണോ? തീർച്ച. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കിയല്ലേ പറ്റുള്ളൂ. ആ, നോക്കിക്കോ. വീട്ടിൽ വരുന്ന ആളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ആ, നോക്കിക്കോളാം. ചിക്കൻ കറി. എന്റെ ചിക്കൻ കറിക്ക് ഉപ്പ് കുറവാ. ഉപ്പ് കറക്റ്റ്. അങ്ങനെ കറക്റ്റ് ഉപ്പായിട്ട് ചിറ്റപ്പൻ കഴിക്കണ്ട. ഇച്ചായ വന്നാ? ഞാനേ ചായ എടുത്തോണ്ട് ഇപ്പൊ വരാം, അവിടെ ഇരുന്നോ. ആലിസേ, ചായ വേണ്ട. ദേ എടുക്കുവാ ഇച്ചായ. എന്തോന്ന് എടുക്കുവാന്ന്? ചായ വേണ്ടെന്നല്ലേ പറഞ്ഞ? വെള്ളമാന്ന്. എടുക്കുവാന്ന് കേൾക്കുന്നതിന് മുമ്പേ പറയല്ലേ. വെള്ളം കൊണ്ടുവാ, ചൂടെടുത്തിട്ട് വയ്യ. കൊണ്ടുവരുവാ. ആ, കൊണ്ടുവാ. അവിടുന്ന് ഇവിടെ നടന്നു വരണ്ടേ? എന്റെ പൊന്നെ, നീ ഒന്ന് വന്നേ. ഇന്നാ ഓ, വെള്ളം എടുക്കാനാണോ? ഇത് എന്തൊരു ദാഹമാണ്. എന്നാ ചൂടാടി, എത്ര വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല. ആ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അല്ല, അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടെന്ന് പറയായിരുന്നു. ആ പഴഞ്ചൊല്ലിന് ഇവിടെ എന്താടി പ്രസക്തി? ഓ, ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ ഇനി പ്രസക്തി നോക്കണം. ആ, പ്രസക്തി നോക്കണ്ടെങ്കിൽ നോക്കണ്ട. പവിത്രം വന്നില്ലായിരുന്നു? പവിത്രം വരികയും ചെയ്ത് വലിയൊരു കിറ്റ് നിറച്ച സാധനം കൊണ്ടു തരികയും ചെയ്തു. എന്നാ കടി കൊണ്ടുവന്നേ? അയ്യോ, ഞാൻ എന്തിനാ നോക്കുന്നത്? എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നു? എന്റെ പൊന്ന ആലീസ, ഇവിടെ തോൽവിയുടെയും ജയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ചിറ്റമ്മൻ വരുന്നു എന്ന് പറഞ്ഞു, ഉച്ച കൊണ്ടു ചിറ്റപ്പൻ കാണൂന്നും പറഞ്ഞു. നിന്നോട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രാജധാനിയിലെ ഫുഡ് പറഞ്ഞു. രാജധാനിയിലെ ഫുഡ് നല്ല മനോഹരമാണ്, നല്ല ടേസ്റ്റി ആണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിറ്റപ്പ എന്തായാലും ആസ്വദിച്ച് കഴിക്കും. പിന്നെ ഒരു കാര്യം, എന്തായാലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡാണെന്ന് ഞാൻ പറയത്തില്ല, നീ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞോളാം. അയ്യടാ, അത് വേണ്ട കേട്ടാ. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഹോട്ടലിൽ നിന്ന് മേടിച്ചത് ഹോട്ടലിൽ നിന്ന് മേടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ മതി. ചെയ്യാത്ത ജോലിയുടെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്നെ അടി ആലീസ്, ഉച്ചയൂണിന് ചിറ്റപ്പം വരുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ അടി? നമ്മളത് പുറത്തുനിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാത്തില്ല. അയ്യോ, ഒരു മോശവും ഇല്ല, അത് ഞാനങ്ങ് സഹിച്ച്. എന്തായാലും ഹോട്ടൽ ഫുഡിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ചിറ്റപ്പൻ എപ്പോ വരും?
ചിറ്റപ്പം ഉച്ചകൊണ്ട് സമയത്ത് വരാന്നാ പറഞ്ഞു. ഇപ്പം വരാറായിട്ടുണ്ടാവും. വരട്ടെ, കാണാൻ ഞാൻ കാത്തിരിക്കുക. ആ അങ്ങനെ വേണം. സ്വന്തം ചിറ്റപ്പൻ വരുമ്പോ ആരായാലും കാത്തിരിക്കും. പിന്നെ അങ്ങനെ എന്റെ സ്വന്തം ചിറ്റപ്പനാവുന്നത് ഇച്ചായന്റെ ചിറ്റപ്പൻ. വർഗീസ് ചിറ്റപ്പൻ എന്റെ ആരുമല്ല. വർഗീസ് ചിറ്റപ്പനാ? വർഗീസ് ചിറ്റപ്പൻ വരുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ഇച്ചായനല്ലേ പറഞ്ഞത്. എടി വർഗീസ് ചിറ്റപ്പൻ അല്ല വരുന്നത്, നിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ തോമസ് ചിറ്റപ്പനാ വരുന്നത്. തോമസ് ചിറ്റപ്പനാ? തോമസ് ചിറ്റപ്പൻ എന്നിട്ട് ഇച്ചായൻ അക്കാര്യം പറഞ്ഞില്ലല്ലോ. തോമസ് ചിറ്റപ്പനാന്ന് ഇച്ചായൻ പറഞ്ഞ? അപ്പൊ തോമസ് ചിറ്റപ്പൻ എന്ന് പറയേണ്ട കാര്യം എന്നാ? ചിറ്റപ്പനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചിറ്റപ്പനാണെന്ന് പറഞ്ഞ എന്റെ ചിറ്റപ്പനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എടേ നിന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് എന്റെ ചിറ്റപ്പനുമാണ്, എന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് നിന്റെ ചിറ്റപ്പനും അല്ലേ. അപ്പൊ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ ചിറ്റപ്പൻ തന്നെയാണ്. അത് ഏത് ചിറ്റപ്പനാ? എന്ത് ഇപ്പൊ വരുന്നത് തോമസ് ചിറ്റപ്പനാ. എന്നാലും ആ പേരൊന്നും പറയണ്ടായിരുന്നു ഇച്ചായ. കർത്താവെ കുഴഞ്ഞല്ലേ, ചിറ്റപ്പൻ വരുമ്പോ ഞാൻ എന്ത് കഴിക്കാൻ കൊടുക്കും? പവിത്ര സാധനം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? അത് നീ വിളമ്പി കൊടുത്താ മതി. എനിക്ക് വയ്യ. എന്താ പറ്റിയടി? തലവേദനയാണ്. നീ എന്നതിനാ കരയുന്നേ? എന്റെ ഇച്ചായ എന്നാ ആ വർഗീസ് ചിറ്റപ്പനുള്ള ദേഷ്യത്തിന് ഞാൻ നീ ഇങ്ങനെ കറക്റ്റ് ഉപ്പായിട്ട് ചിറ്റപ്പൻ കഴിക്കണ്ട. എന്നാ ഭ്രാന്താടി നീ കാണിച്ച? ഇച്ചായ സോറി ഇച്ചായ, ഇച്ചായനൊന്നും നേരത്തെ പറയായിരുന്നില്ലേ? കർത്താവ്, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഞാനൊരു ഐഡിയ പറയാം. ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാം. ഈ സമയത്തിനാ? അല്ലെങ്കിൽ വേണ്ട, വേറൊരു ഐഡിയ. ആ പവിത്രനെ ഒന്നും കൂടെ വിളിക്ക്. എനിക്കൊക്കെ പയ്യ, നീ ഒന്ന് പോയോടന്ന്. ഇച്ചായ കാലെവിടെ? കാല് പിടിക്ക ഇച്ചായ. സോറി ഇച്ചായന്റെ ആലീസല്ലേ, സോറി. ഒരബദ്ധം, സോറി. എന്താ പൊന്നു മോളെ, നിന്നെ കൊണ്ടുണ്ടല്ലോ. തോറ്റ് ഞാൻ സമ്മതിച്ചു.